വിഴിഞ്ഞത്തെ കപ്പലുകൾ എത്തിക്കാനുള്ള അനുമതികളും ലൈസൻസുകളും ലഭിച്ചുവെന്ന് വിഴിഞ്ഞത്തിൻ്റെ തുറമുഖം MD ഡോക്ടർ ദിവ്യ എസ് അയ്യർ അറിയിക്കുന്നു. ട്രയൽ റൺ 1.5 മാസം നടക്കും. മദർഷിപ്പിന് പിന്നാലെ ചെറു കപ്പലുകൾ എത്തുമെന്നും ഡോക്ടർ ദിവ്യ എസ് അയ്യർ 24നോട് പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി ഇപ്പോൾ നമ്മൾ പ്രവർത്തന സജ്ജമാവുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് 12-ാം തീയതിയാണ് നമ്മൾ ആദ്യത്തെ ചരക്ക് കപ്പൽ, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ചരക്ക് കപ്പൽ നമ്മൾ സ്വീകരിക്കാനായി ഒരുങ്ങുന്നത്. നമ്മുടെ എയർപോർട്ടിൻ്റെ ഒരു കോഡ്, ലൊക്കേഷൻ കോഡ് നമുക്കായി കഴിഞ്ഞു. അതുപോലെ തന്നെ ISPSൻ്റെ കോഡ് നമുക്കായി കഴിഞ്ഞു. കസ്റ്റംസിൻ്റെ ക്ലിയറൻസും ഒക്കെ ലഭ്യമായിട്ടുണ്ട്. ഇമിഗ്രേഷനുമായിട്ടും നമ്മൾ ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു 1.5 മാസക്കാലം നമ്മൾ ഒരു ട്രയൽ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്നുള്ള കപ്പലുകൾ ഉൾപ്പെടെ നമുക്ക് വലിയ മദർഷിപ്സാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ വന്ന് എത്തിച്ചേരാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു ഭീമമായ കപ്പലാണ് നമുക്ക് 12-ാം തീയതിയും തുറമുഖത്തിൽ എത്തിച്ചേരാൻ പോകുന്നത്. വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള സന്തോഷമാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ നമ്മളോട് പങ്കുവച്ചത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ വികസന മുഖച്ഛായ മാറ്റാൻ വിഴിഞ്ഞം പ്രോജക്റ്റ് ഉപകരിക്കും. പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൻ്റെ മുഖം മാറുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷെഫീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷെഫീദ്. യഥാർത്ഥത്തിൽ നമുക്ക് ഓരോ ആളിനും ആവേശം കൊള്ളേണ്ട കാര്യമാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് റിയാലിറ്റി ആകുന്നു എന്നുള്ള കാര്യം. ഇത്രയും വലിയൊരു നാച്ചുറൽ പോർട്ട് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം നമ്മളെ ആവേശം കൊള്ളിക്കുന്നത്. പറയൂ. SKN മലയാളികളുടെ നീണ്ട കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ ഈ മാസം 12-ാം തീയതി വിഴിഞ്ഞത്ത് ആദ്യത്തെ മദർഷിപ്പ് എത്തും എന്നുള്ള കാര്യം ഇന്നലെ മന്ത്രി VN വാസവൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരുന്നു. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്നുള്ള കപ്പലാണ് എത്തുന്നത്. ഇതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി, ലൈസൻസിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായെന്നാണ് വിഴിഞ്ഞം MD ദിവ്യ എസ് അയ്യർ 24നോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മദർഷിപ്പിന് വൻ സ്വീകരണം നൽകാനാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ആദ്യ പടിയാണ് മദർഷിപ്പ് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാർ, വിദേശത്ത് നിന്നടക്കമുള്ള നിരവധി ഗസ്റ്റുകൾ, ഇവരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ പരിപാടി അത് സംഘടിപ്പിക്കാനാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സ്വാഗത സംഘ രൂപവൽക്കരണത്തിനായി തുറമുഖ മന്ത്രി VN വാസവൻ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. ചരക്ക് നീക്കത്തിന്റെ തുടക്കത്തിൽ മദർഷിപ്പിൽ നിന്ന് ചെറിയ കണ്ടെയ്നർ കപ്പലുകളിലേക്ക് ചരക്ക് മാറ്റി തുറമുഖത്തെത്തിക്കാനാണ് പദ്ധതി. നേരത്തെ ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾ നടത്താനുള്ള കസ്റ്റംസിന്റെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചിരുന്നു. അതും ഇപ്പോൾ ദിവ്യ എസ് അയ്യർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് വലിയ കപ്പലിനും അടുക്കാം, പ്രത്യേകിച്ച് ഈ രാജ്യാന്തര കപ്പൽശാലയിലേക്ക് വളരെ അടുപ്പം, അതടക്കമുള്ള പ്രത്യേകതയാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിട്ടുള്ളത്. കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി 32 ക്രെയിനുകൾ ഉണ്ടാകും. ഇതിൽ 31 എണ്ണവും വിഴിഞ്ഞത്തേക്ക് എത്തി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലൊക്കേഷൻ കോഡ് അടക്കമുള്ള കാര്യം കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. ഈ വിഴിഞ്ഞം എന്നുള്ളത് VZJ എന്നുള്ളതിന് നേരത്തെ വിഴിഞ്ഞം തുറമുഖത്തിന് തന്നെ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കോഡ് ഉള്ളതിനാൽ പുതിയ തുറമുഖത്തിന് INNYY 1 എന്നുള്ള കോഡായിരിക്കും. അത് നെയ്യാറ്റിൻകര താലൂക്കിനെ സൂചിപ്പിക്കുന്ന കോഡാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ലൈസൻസിങ്ങും കഴിഞ്ഞിരിക്കുന്നു. 12-ാം തീയതി വിഴിഞ്ഞത്തേക്ക് ആദ്യ മദർഷിപ്പ് എത്തും. സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിലെ വലിയ നാഴികക്കല്ല്, നമ്മളുടെ കാത്തിരിപ്പ്, അതൊക്കെ 12-ാം തീയതി യാഥാർത്ഥ്യമാകും. SKN. താങ്ക് യു ഷെഫീദ് റാവുത്തർ.